തൃശൂർ പൂരനഗരിയിൽ നിന്നും നമ്മുടെ ഗഡികൾ രണ്ടുപേരും ചേരുന്നുണ്ട്. കെ പി ശ്രീധരനും MS ലിഷോയും. രണ്ടാളും ഇലഞ്ഞിത്തറ മേളത്തിന്റെ ആവേശത്തിനായി കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? രണ്ടുപേരും ഒപ്പം ഒരു വലിയ പുരുഷാരവും ചുറ്റുമുണ്ട്. കേൾക്കാവുന്ന തരുമെന്ന് ശ്രീധരൻ ലിഷോയ് പറയൂ. അതാ ബോത്തിത വലിയ പുരുഷാരമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടല്ലേ ലിഷോ? ഇതാ കിഴക്കേ ഗോപുരം കടന്ന് തെക്കേ ഗോപുരത്തിനടുത്തേക്ക് അകത്തേക്ക് ഭഗവതി എത്തിക്കഴിഞ്ഞു. ഇനി എത്ര സമയം വേണ്ടി വരും? ഇപ്പോൾ എത്തും. അതായത് ഇപ്പോൾ കിഴക്കേ ഗോപുരം കടന്ന് അകത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഒരുപാട് ആളുകൾ നമുക്ക് സ്ഥിരമായി ഇവിടെ കാണുന്ന കുറേ ആളുകളുണ്ട്. സ്ഥിരം ഇലഞ്ഞിത്തറ ചുവട്ടിൽ കാണുന്ന ആളുകളാണ്. അഡ്വക്കേറ്റ് ജയശങ്കറാണ്. അപ്പോൾ ഇത്തവണ എത്തി എല്ലാ തവണ എത്തുന്ന പോലെ ഇത്തവണ എത്തി. ഈ മഠത്തിൽ വരവിന് പോയിരുന്നു. അവിടെ നല്ല വെയിലും നല്ല തിരക്കും നല്ല മേളമായിരുന്നു. അതും പറഞ്ഞല്ലോ, എല്ലാം പറഞ്ഞല്ലോ. ഇലഞ്ഞിത്തറ ചുവട്ടിൽ സ്ഥിരമായി കാണാം. CP ജോൺ ഇത്തവണ കാണാം. CP ജോൺ ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ തിരക്കൊണ്ടിരിക്കും. അദ്ദേഹം വരും തന്നെ വിചാരിക്കുന്നത്. വരാറുണ്ട്, സാറിന് വരാറുണ്ട്. ഇത്തവണ വരും. ഈ ഇലഞ്ഞിച്ചോട്ടിൽ എത്തുമ്പോഴുള്ളൊരു മനസ്സിലെന്താണ്? അല്ല, ഇലഞ്ഞിത്തറ മേളമാണ് സത്യത്തിൽ ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും ആകർഷകമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായിട്ട് ഞാൻ കരുതുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഇവിടെ പങ്കെടുക്കുന്നു. അതെ. അപ്പോൾ ഇതുപോലെ ഒരു വലിയ വാദ്യവൃന്ദ ഘോഷം ഒരു പക്ഷേ ലോകത്ത് വേറൊരു സ്ഥലത്തുണ്ടാവും. ഇത്ര വലിയ ഓർക്കസ്ട്ര. അത് ഈ മേളക്കാരെ എല്ലാവരും ഇവിടെ വെച്ചാണ് ഇവർ നേരത്തെ റിഹേഴ്സ് ചെയ്ത് വരുന്നവരല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ലോകത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ഒന്നാണല്ലോ. തീർച്ചയായിട്ടും ലോകത്ത് തന്നെ ഇതുപോലെ ഒരു സിംഫണി കാണാൻ പറ്റുമെന്ന് സംശയമാണ്. മാത്രമല്ല ഇതുപോലെ വലിയ സിംഫണിയൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവർ ഒരുപാട് ദിവസം റിഹേഴ്സ് ചെയ്തിട്ടാണ് അവതരിപ്പിക്കുക. ഇതങ്ങനെയല്ല, റിഹേഴ്സലില്ലാതെ നാടിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന മേളക്കാർ, അത് ചെണ്ടക്കാരും ഇലത്താളക്കാരും കൊമ്പ് കുഴൽ അവരിക്കും അതെ എല്ലാം ശരിക്കും പുറത്തു നിന്ന് കേൾക്കുന്നത് മാത്രമല്ല ഇവിടെ നിന്ന് ആസ്വദിക്കാന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു കാര്യം. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ആസ്വദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഇനിയിപ്പോൾ മേളക്കാരൊക്കെ എത്തി തുടങ്ങി ശ്രീധര. അപ്പോൾ നമുക്ക് പതുക്കെ അവർക്ക് വേണ്ടി വേദി ഒഴിയായിരിക്കും നല്ലത്. കാരണം അല്പസമയത്തിനകം തന്നെ അവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അത് കഴിഞ്ഞാൽ ആണ് ഈ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഓർക്കസ്ട്ര, ഏറ്റവും വലിയ സിംഫണി, അതൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ടുള്ളൊരു, കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു അവസരം. തീർച്ചയായിട്ടും അതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് മോത്തി ഇവിടെ ഉള്ളത്. ആരവകൾ നമുക്ക് കേൾക്കാം. അതായത് കിഴക്കേ ഗോപുരത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൊട്ട് കേൾക്കുമ്പോൾ ആളുകളെല്ലാം തന്നെ അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ മേളത്തിന് നേതൃത്വം നൽകുന്ന കിഴക്കൂട്ട് അനിയന്മാരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ലിഷോയോടൊപ്പം അദ്ദേഹം കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത്തവണയും ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത്. കിഴക്കൂട്ട് ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അതായത് ഈ മേളത്തിനായി എത്തിക്കഴിഞ്ഞു കിഴക്കൂട്ട് മാരാരാണ്. നമുക്ക് മൂന്നാമത്തെ തവണയല്ലേ മേളപ്രമാണിയായി? എന്താണ് ഇത്തവണ ഞങ്ങൾക്കൊക്കെ വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും കരുതി വെച്ചിട്ടില്ല. ആലേഴാം പങ്കുണ്ടാവും. അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണോ? അതെ, അതിന് പ്രത്യേക ഒരു ഇന്നമാര് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ശരിയാവില്ല. ഞാൻ എല്ലാ തവണയും ഇലഞ്ഞിത്തറ മേളം കേൾക്കാനായും ആസ്വദിക്കാനായും വരാറുണ്ട്. പക്ഷെ ഓരോ തവണയും കേൾക്കുമ്പോൾ അതിൻ്റെ ആവേശം കൂടുകയാണല്ലോ. ഈ പ്രായം കൂടുന്തോറും ആവേശം കൂടുകയാണോ മാരൻ? അത് ഈ വടക്കൻ്റെ അനുഗ്രഹം കൊണ്ടാ. പിന്നെ ഞാൻ കുട്ടിയിലെ തുടങ്ങിയതാണേ. അപ്പോൾ അനവധി വലിയ വലിയ ആൾക്കാരെ കൂടി, കാരണന്മാരെ കൂടി കൊട്ടാനും അവരുടെ അനുഗ്രഹവും, പിന്നെ ഒരു ടീം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം 300 ആളുണ്ട് അവിടെ കൂട്ടുന്നത്. അവരുടെയൊക്കെ സഹകരണം, അതാണ് അതിൻ്റെ വിജയം. പിന്നെ ആസ്വാദകരുടെ ഒരു കമ്പം കയറുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ആ നേരത്തെ ഉണ്ടാവണം. ഇതുപോലെ ഇപ്പോൾ നിൽക്കുന്ന ഒരു പാവത്താനായ അല്ലെങ്കിൽ വളരെ ശാന്തനായ ഒരു വ്യക്തിയൊന്നുമല്ല. ചെണ്ടയിൽ കോല് വീണ് തുടങ്ങിക്കഴിഞ്ഞാൽ ആളുടെ ഒരു രൂപം മാറും. അതുപോലെ തന്നെ എവിടെ നിന്നാണ് ഇത്രയധികം എനർജി വരിക എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും കിഴക്കൂട്ടനിയൻ്റെ മേള നമ്മൾ പണ്ടോട്ടേ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം. എടുത്തോളം ചൂടൊക്കെ കാര്യമായിട്ടുണ്ടോ? ചൂട് വിഷയമാണോ? ചൂടിന്റെ പ്രശ്നമുണ്ടോ? ചൂട് കുഴപ്പമില്ല. അപ്പൊ ഏതായാലും ഇവിടെ നിരക്കാനുള്ള സമയമായി, ചെണ്ട നിരത്താനുള്ള സമയമായിട്ടുണ്ട്. പാർമേക്കാവ് ഭഗവതി എനിക്ക് ഇവിടെ നിന്ന് കാണാം. വടക്കുന്നാഥ ക്ഷേത്ര മതിൽക്കകത്ത് പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപത്തേക്ക് ഇലഞ്ഞിച്ചോട്ടിലേക്ക്
പാറമേക്കാവ് ഭഗവതി ഇപ്പോൾ എഴുന്നള്ളിക്കൊണ്ട് ഇരിക്കുകയാണ്.